ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ ഡൈ പായ്ക്ക് വീഡിയോ ചെയ്യുവാണ്. അത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രം നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മുടിയെ കറുപ്പിക്കുന്ന, അതായത് നമ്മുടെ നരയൊക്കെ മാറ്റി മുടിക്ക് നല്ല കറുത്ത നിറം ലഭിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈ പായ്ക്ക് റെഡിയാക്കുന്ന പായ്ക്കൊക്കെ തേക്കാൻ താല്പര്യമുള്ളവരൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. തികച്ചും നാച്ചുറലാണ്. നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാവേ. ആദ്യം തന്നെ നമുക്കിതുപോലൊരു ഇരുമ്പ് ചീനിച്ചിട്ട് അടുപ്പിലോട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാവേ. അതിനുശേഷം നമ്മൾ ചൂടായിരിക്കുന്ന ആ ചട്ടിക്കകത്തോട്ട് ഒരു 2-2.5 സ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മെയിൻ താരം കടുക് തന്നെയാണ്. കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ കടുകിനേക്കാൾ അളവ് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. ഉലുവയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ അടുപ്പിലോട്ട് നമ്മുടെ ഈ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തോട്ടിട്ട് നല്ലതുപോലെ നമ്മളൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല ചൂട് ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ തീ കുറച്ചിട്ടിട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ താരം. പിന്നെ നമ്മളിതിനകത്ത് മിക്സ് ചെയ്യാൻ എടുക്കുന്ന സാധനങ്ങളുണ്ട്. അത് ഞാൻ എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ വേണ്ട കുറച്ച് നേരം ആയിക്കോളും ബ്രൗൺ കളറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതല്ല വേണുന്നത്, നല്ല പോലെ കറുത്ത് കിട്ടണം കേട്ടോ. ഇപ്പം നല്ല അത്യാവശ്യത്തിന് നല്ലതുപോലെ അത് കളറ് ചേഞ്ചായിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് തണുക്കാൻ വെക്കണം. തീ കുറച്ച് വെക്കുമ്പോൾ ഇതിനകത്ത് കുറേയും കൂടെ ചൂട് കിട്ടി ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് തീ കുറച്ച് അങ്ങനെ മാറ്റി വെച്ചേക്കാം. ഇത്രയും കറുപ്പ് കളറിലോട്ട് കിട്ടുമ്പോൾ നമുക്കത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ല പോലെ ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് നമ്മൾ പിന്നെ അരിച്ചെടുക്കുന്നുണ്ട്. നല്ല പൗഡർ വേണം നമുക്കിതിന്. അതിനുവേണ്ടി നമ്മളൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് തണുക്കാൻ മാറ്റി വെക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മളിത് മിക്സ് ചെയ്യുന്നത് കട്ടൻ ചായയിലാണ്. അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് നമ്മൾ 2 സ്പൂൺ തേയില ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ തേയില ഇട്ട് നല്ല പോലെ തിളച്ച് അത് ആ ഒരു തേയിലയുടെ ആ കറ ഫുള്ള് ഇറങ്ങി ആ ഒരു വെള്ളമാണ് നമുക്ക് വീഴുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ വിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ വേണ്ടി നമ്മുടെ കട്ടൻ ചായ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇത് ഇങ്ങനെയല്ല, നല്ല പോലെ വെട്ടി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഒരു കുറച്ച്, അതായത് ഒരു നല്ല പോലെ കറയെല്ലാം ഇറക്കി നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. അതൊന്ന് തണുക്കണം. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും ഒന്ന് തണുക്കണം കേട്ടോ. നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ കടുകും ഉലുവയും തണുത്തതിന് ശേഷമാണ് നമ്മൾ പൊടിക്കാൻ പോകുന്നത്. അപ്പോൾ വേണ്ട നമ്മുടെ കട്ടൻ ചായ ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാതെ അടുത്തതെന്ന് വെച്ചാൽ അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന സാധനം നമ്മുടെ കറ്റാർവാഴയാണ്. ഒരു ചെറിയ തണ്ട് കറ്റാർവാഴ തേണ്ട ഞാൻ ഇതുപോലെ കഴുകി അതിൻ്റെ മഞ്ഞക്കറയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് നമുക്കിനി സൈഡ് രണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ജെല്ല് അത്രയും ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഫുള്ളായിട്ട് എടുക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ കറ്റാർവാഴ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഉടച്ചുടച്ച് മിക്സ് ചെയ്ത് ഒരു ലൂസായിട്ട് ആക്കിയെടുക്കണമേ. അപ്പോൾ ഇതിൻ്റെ കറ്റാർവാഴ ഞാൻ ഇതുപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഉടച്ചെടുത്തതാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കടുകും ഉലുവയും കൂടെയുള്ള പൗഡർ ഞാൻ കാണിച്ചു തരാമേ. പൊടിച്ച് വെച്ചേക്കുന്നത് ഇതിൻ്റെ ഇത്രയും ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയ്ക്കകത്തിട്ട് അരിച്ച് നല്ല ഫൈൻ പൗഡറാക്കി എടുക്കണം കേട്ടോ. ഇതിനകത്ത് എത്ര ആയാലും ചെറിയ തരിതരിപ്പ് കാണും.
അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്നൊരു അരിപ്പയ്ക്കകത്തോട്ട് ഒരു പാത്രത്തിലോട്ട് വെച്ച് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാതെ. ഇതിപ്പോൾ ഞാൻ നല്ല പൗഡറായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മാറ്റി, ഞാനിപ്പോൾ ഒരു 2 സ്പൂണോളം ഞാൻ ഈ ഒരു ഡൈ റെഡിയാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കട്ടൻ ചായ ഒരു 2 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറ്റാർവാഴയിൽ ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഹെയർ നല്ലതുപോലെ വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം നമ്മുടെ എവിടെയാണോ നരയുള്ളത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വേണ്ട നമ്മൾ കട്ടൻ ചായ ഒഴിച്ചിത്രയും മിക്സ് ചെയ്തു. അപ്പോൾ നമുക്കിനി അടുത്തത് കറ്റാർവാഴയിൽ ഫുള്ള് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എവിടെയാണോ നരയുള്ളത് അവിടെ തേച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് സാധാ പച്ചവെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാതെ, അപ്പോൾ യാതൊരുവിധ കെമിക്കലും ഇല്ല, നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ മുടിക്കൊരു ദോഷം ചെയ്യത്തില്ല. കടുകെന്ന് പറയുന്ന സാധനമേ നമ്മുടെ മുടിക്ക് കറുപ്പ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ കറ്റാർവാഴയിൽ മുടി വളരാനും മുടിക്ക് കട്ടിയും സിൽക്കും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ ഉലുവ നമ്മുടെ തലമുടിയുടെ കൊഴിച്ചിൽ പെട്ടെന്ന് നിർത്താനും തലമുടിക്ക് നല്ല കട്ടി കിട്ടാനും ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഉലുവ. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും നല്ലൊരു കറുത്ത കളറും മുടിക്ക് യാതൊരു ദോഷവും ചെയ്യത്തില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുത്ത നമ്മുടെ ഹെയർ ഡൈയുടെ പായ്ക്ക് വീഡിയോ ആണ് ഇനി ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഉള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന വിശ്വാസത്തോടുകൂടി ഇന്നത്തെ വീഡിയോയുടെ നിർത്തുന്നു. അപ്പം എല്ലാവരും ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.